കാശ്മീരിലൊക്കെ പാക്കേജ് ഉണ്ട്, പക്ഷെ ഒരുപാട് പൈസയാണ്. സോ അതിനെല്ലാം നമ്മളല്ലേ അപ്പോൾ പ്ലാൻ ഡീറ്റെയിൽസാണ് പറയാൻ പോകുന്നത് കാശ്മീരിൻ്റെ. സോ ഗൈസ് നിങ്ങൾ പിന്നെ കാണുന്ന സമയത്ത് ഇതിൻ്റെ സീസൺ ഞാൻ പറഞ്ഞത് കാശ്മീരിൻ്റെ അതിവിടെ ഇങ്ങനെ കൊടുക്കുക, അപ്പോൾ ഈസി ആയിട്ട് മനസ്സിലാക്കാം. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഡൽഹിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഡൽഹി ടു കാത്ര സ്റ്റേഷനിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ടിക്കറ്റ് എടുക്കാം. ഓക്കെ, റെയിൽവേ സ്റ്റേഷനിലോട്ട് ടിക്കറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ കാത്ര റീച്ച് ആവുമല്ലോ. കാത്ര റീച്ച് ആയതിനു ശേഷം 1000 വരുമല്ലോ കേട്ടോ ടിക്കറ്റ് പ്രൈസ്. ജമ്മു താവി ആയിട്ടുള്ള സ്റ്റേഷനാണ് കാത്ര എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം ജമ്മു താവി ഇറങ്ങിയിട്ട് ഇങ്ങനെ കറങ്ങി ശ്രീനഗർ പോകണേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ട്രെയിനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ കാത്ര എത്തിയതിനു ശേഷം കാത്ര ടു ശ്രീനഗറിലോട്ട് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാത്രയിൽ നിന്ന് ശ്രീനഗറിലോട്ട് ഇപ്പോൾ പുതുതായിട്ടൊരു ട്രെയിനിൻ്റെ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. 45 റുപ്പീസേ ഉള്ളൂ ടിക്കറ്റ് പ്രൈസ്. സോ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വന്ദേ ഭാരത് അവൈലബിൾ ആണ്, പക്ഷേ 600 റുപ്പീസ് ആവും. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങളത് ബുക്ക് ചെയ്യാം. അടുത്ത് അങ്ങനെ ബുക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ഗൈസ് ഒരു ബ്രിഡ്ജ് ഉണ്ട്, കിടിലം വ്യൂ ആയിരിക്കും, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഷെയർ ടാക്സി അവൈലബിൾ ആണ്, ബസ് അവൈലബിൾ ആണ്. സോ അതൊക്കെ നോക്കുക, പോവുക. ചെറിയ ചീപ്പായിരിക്കും, 100-150 റുപ്പീസൊക്കെ വരുന്നുള്ളൂ. അതിനുശേഷം നിങ്ങൾ ശ്രീനഗർ എത്തും. ശ്രീനഗർ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എത്രയേ ഉള്ളൂ, അന്നത്തെ ദിവസം അവിടെ സ്റ്റേ ചെയ്യാം. അവിടെ ഒരു ചീപ്പ് ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. എന്നിട്ട് 500 റുപ്പീസൊക്കെ പെർ ഹെഡ് വരുള്ളൂ. എന്നിട്ട് ആ സൈറ്റ് സീയിങ് ഒക്കെ അവിടെ എടുത്തൊക്കെ ചെയ്യാം. ആ ലിസ്റ്റ് അവിടെ കൊടുക്കുക സൈറ്റ് സീയിങ്ങിൻ്റെ. ഓക്കെ, പിന്നെ സെക്കൻഡ് ഡേ ആവുമല്ലോ. സെക്കൻഡ് ആകുമ്പോൾ നിങ്ങൾ പോകേണ്ട നേരെ ഗുൽമാർഗിലോട്ടാണ്. ഗുൽമാർഗിലോട്ട് പോയി അവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന് കണ്ട് അവിടെ കാണേണ്ട സ്ഥലമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. സോ എക്സ്പ്ലോർ ചെയ്ത് നേരെ നിങ്ങൾ തിരിച്ച് ശ്രീനഗറിലോട്ട് തന്നെ വരാം. ഈസ് അങ്ങനെ നിങ്ങൾ ഗുൽമാർഗ് കണ്ടു കഴിഞ്ഞാൽ ഒന്നിലെ ഗുൽമാർഗ് തന്നെ സ്റ്റേ അടിക്കല്ല, തിരിച്ച് ശ്രീനഗറിലോട്ട് വരാം. ഏറ്റവും കൂടുതൽ ചീപ്പ് റേറ്റിന് എല്ലാ കാര്യങ്ങളും കിട്ടുന്നത് ശ്രീനഗറിലാട്ടോ, അത് ഓർമ്മ ഉണ്ടായിരിക്കുക. പിന്നെ എല്ലാ പ്ലേസിൻ്റെയും സെൻറ്ററാണ് ശ്രീനഗർ. ഇവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോക്ക് കിടക്കുള്ളൂ, അതും മൈൻഡിൽ വെക്കുക. ഓക്കെ, അപ്പോൾ ശ്രീനഗർ വന്നിട്ട് ഹോം സ്റ്റേ എടുക്കുക. പെർ ഹെഡ് 500 ആണെന്ന് പറഞ്ഞല്ലോ. പിന്നെ നേരെ തേർഡ് ഡേ നിങ്ങൾ അവിടെ പോകേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ സോനമാർഗിലോട്ടാണ്. സോ സോനമാർഗ് ഇപ്പോൾ അവിടെ കാണേണ്ട സ്ഥലത്തെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സോനമാർഗ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ തിരിച്ച് ശ്രീനഗറിലോട്ട് തന്നെ വരിക. എന്നിട്ട് ലാസ്റ്റ് ഡേ നിങ്ങൾ പോകേണ്ട സ്ഥലമാണ് പഹൽഗാം. ഓക്കെ, പഹൽഗാം ഇപ്പോൾ ലാസ്റ്റ് വെച്ചാൽ മതി. പഹൽഗാം പോവുക, അവിടെ കാണേണ്ട സ്ഥലങ്ങൾ ഇതാ കൊടുത്തിട്ടുണ്ട്. സോ അത് കഴിഞ്ഞ് നിങ്ങൾ നേരത്തെ ശ്രീനഗറിലോട്ട് തന്നെ വരിക. പിന്നെ അവിടെ അടുത്ത് ദൂത്പത്രി ഉണ്ട്. സോ നിങ്ങൾ പോയി കാണാൻ കിട്ടുന്ന സ്ഥലമാണ്. ഒരു 30 to 40 റേഞ്ചിലുള്ള കിലോമീറ്റേഴ്സേ ഉള്ളൂ. സോ എടുത്താണ്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണോ. ഒരു 1 hour അടുത്ത് ജേണി വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടൈമും ബഡ്ജറ്റൊക്കെ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തിരിച്ച് ശ്രീനഗർ എത്തുക. സോ ശ്രീനഗർ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾ എങ്ങനെയാണോ അങ്ങോട്ട് എത്തിയത് അതുപോലെ തന്നെ തിരിച്ച് ഡൽഹിക്ക് പോകുക. ഓക്കെ, അപ്പോൾ ഇത്ര പറയാനുള്ളൂ. പിന്നെ അത് കൂടാതെ കാശ്മീർ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ച് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഫുള്ള് കാണേണ്ട സ്ഥലങ്ങളുടെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. യൂസ്ഫുൾ ആണ് എടുക്കാം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ബഡ്ജറ്റായിട്ട് പോകാൻ വേണ്ട സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള കുറച്ച് ലോങ്ങുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നോക്കുക, നിങ്ങളുടെ ഒരു സ്റ്റൈൽ അനുസരിച്ച് പോയി ചെയ്യുക. സോ ഹാപ്പി ജേർണി ഗൈസ്. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.